ചില വിലയിരുത്തലുകളും മാധ്യമ റിപ്പോർട്ടുകളും ഒക്കെ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച അത്രയും വയലൻസ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളേറെ വലിയ ഗുരുതരമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ 3 കൊലപാതകങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനേക്കാളൊക്കെ വലുതാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം നമുക്കൊന്നും ചിന്തിക്കാനാവുന്നതിനപ്പുറത്താണ് പശ്ചിമ ബംഗാളിൽ എന്നുള്ളതാണ്. അത് ചരിത്രം ഓരോ കാലത്തും ഓരോ ഈ രാജഭരണകാലത്തൊക്കെ ഈ ഓരോ ഡൈനാസ്റ്റി മാറി അടുത്തതിലേക്ക് വരുമ്പോൾ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഓരോ കാലഘട്ടത്തിന് അതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ സംഘർഷങ്ങളാണ് പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതിപ്പോൾ 60കളിൽ തുടങ്ങി അതിനുശേഷം 70കളുടെ തുടക്കത്തിൽ ഈ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വരവിൻ്റെ സമയത്തൊക്കെ തന്നെ തെരുവിൽ സംഘർഷമുണ്ട് എന്നുള്ളതാണ് സത്യം. ആ സമയത്തൊക്കെ മറ്റൊരു തരത്തിലാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ നക്സലൈറ്റുകളുടെ ആക്രമണവും പ്രശ്നങ്ങളും ഒക്കെ ഈ വർഗ്ഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന മട്ടിലും പോലീസുകാരെയും ലാൻഡ് ലോഡ്സിനെയും ഒക്കെ കൊല്ലുക എന്നുള്ളതൊക്കെയാണ് കൂടുതൽ നിലനിന്നെങ്കിൽ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ആ സമയത്ത് പശ്ചിമ ബംഗാളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഇത് പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രം. നമ്മളിപ്പോൾ പറയുന്നില്ലേ ഇത് പശ്ചിമ ബംഗാളിൻ്റെ ഒരു ചരിത്രമുണ്ട്. അപ്പോഴും ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇത് വിഭജന കാലത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ അതിനു മുമ്പ് പഴക്കമുള്ള ഒരു ചരിത്രം അങ്ങനെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. അവിടെ വയലൻസ് ഇതിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം പിന്നീട് CPIM അധികാരത്തിലേക്ക് വന്നു. അതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥ ശങ്കറയുടെ ഒരു കാലത്തെക്കുറിച്ച് തന്നെ ഇവർ ഈ പറയുന്ന എല്ലാ കാലത്തും CPIM ആരോപിക്കുന്നത് അത്രമേൽ CPIM ആക്രമിക്കപ്പെട്ട ഒരു കാലമില്ലായിരുന്നു സിദ്ധാർത്ഥ ശങ്കറയുടെ ഭരണകാലത്തെ പോലെ എന്നാണ് പറയുന്നത്. അതിനുശേഷം CPIM വരുമ്പോൾ അങ്ങനെ തന്നെയാണ് കോൺഗ്രസിനെ അടിച്ചമർത്തിക്കൊണ്ടാണ് CPIM വരുന്നത്. അവിടെ പ്രാദേശിക തലത്തിലുള്ള വയലൻസ് ആ ഘട്ടത്തിലുമുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. അത് മറ്റൊരു തരത്തിലാണ് ആ സമയത്ത് നിലനിന്നിരുന്നതേ ഉള്ളൂ. അതായത് ഒരു അവർക്കൊരു സംഘടനാ സംവിധാനം ഉണ്ടല്ലോ, ഒരു സംഘടനാ ചട്ടക്കൂടുണ്ട് CPIM-ന്. താഴെത്തട്ടിലേക്ക് അതിൻ്റെ ആ കമ്മിറ്റികളാണ് അതിനെ താഴെത്തട്ടിൽ വരെ പരിവപ്പെടുത്തി നിലനിർത്തുന്നത്. പക്ഷെ അവരവിടെ നിന്നുകൊണ്ട് പ്രാദേശികമായി അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ സ്ഥാപനങ്ങളിലായാലും കാർഷിക മേഖലയിലായാലും ഒക്കെ അവരുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്തിരുന്നത്. അതായത് നമ്മളിവിടെ പറയില്ലേ ജനനത്തിലും മരണത്തിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അത് പാർട്ടി എന്നുള്ളതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പാർട്ടി ഗ്രാമം എന്നൊക്കെ ഇവിടെ കണ്ണൂരിൽ ചില പ്രദേശങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആരോപണം വന്നതുപോലെ സമ്പൂർണ്ണമായി ആ സ്റ്റേറ്റ് തന്നെ ആ മട്ടിൽ സമ്പൂർണ്ണമായി പാർട്ടി നയിക്കുന്ന ഒരു സ്റ്റേറ്റായി തന്നെയാണ് നിലനിന്നിരുന്നത് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണ്? സ്വാഭാവികമായും അങ്ങനെ എല്ലാം പാർട്ടി ആകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ എന്നുള്ള നിലയ്ക്ക് സർക്കാരിനെതിരെ പറയാനുള്ള ഒരു വിഷയമോ അല്ലെങ്കിൽ സർക്കാർ ഒഴിയുമ്പോൾ ആ സർക്കാരിനൊപ്പം ഒഴിയേണ്ടി വരുന്ന ഒരവസ്ഥയോ പാർട്ടിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാർ ഇങ്ങനെ നിലനിൽക്കുന്നു, സർക്കാരിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു പോകാം, പാർട്ടി വേറൊന്നു തന്നെയാണല്ലോ എന്നുള്ള ഒരു സംഗതിയാണല്ലോ സാധാരണ നിൽക്കുക. പക്ഷേ അങ്ങനെയല്ല, അവിടെ സർക്കാരും പാർട്ടിയും എപ്പോഴും ഒന്ന് തന്നെയാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ എന്താണ്, സർക്കാരിനൊരു പരാജയം ഉണ്ടായാൽ അല്ലെങ്കിൽ ആ ഭരണം നഷ്ടപ്പെട്ടാൽ പാർട്ടിയെയും നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഭരണം നഷ്ടപ്പെട്ടാൽ പാർട്ടി. ഇപ്പോൾ കേരളത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്തുമ്പോൾ ഏതാണ്ട് പശ്ചിമ ബംഗാളിനോളം എത്തിയില്ലെങ്കിൽ കൂടി ഏതാണ്ട് അതിന് സമാനമായി ഇതിന് തൊട്ട് മുമ്പുള്ള കാലത്ത് പാർട്ടിയും സർക്കാരും ഒന്നായി നിന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതിനെ തിരിച്ചറിയാൻ കഴിയാതെ വന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ CPIM നേരിടുന്നത് എന്നുള്ള വിമർശനം വന്നല്ലോ. ഇത് കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് ചെറുത്, അവിടെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമാണ് എന്നുള്ളതാണ് പ്രശ്നം. പശ്ചിമ ബംഗാളിൽ അത് ആലോചിച്ചാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അങ്ങനെ കൂടിയാണ്. അതിനുശേഷം തൃണമൂൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഘടന ഈ പറയുന്ന ആദ്യഘട്ടത്തിൽ ലെഫ്റ്റിൻ്റെ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരുതരം വയലൻസ് അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണെങ്കിൽ അതിനുശേഷം ഈ തൃണമൂൽ കോൺഗ്രസ് വരുമ്പോഴത്തേക്ക് അത് വളരെ സ്ട്രക്ചറലായി എക്കണോമിക്കലായി വേറൊരു തരത്തിൽ മാറി. കാരണം താഴെത്തട്ടിലേക്ക് സ്പോർട്സ് ക്ലബ്ബുകൾ ഈ മറ്റേ CPIM-ന് ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ താഴെത്തട്ടിലേക്ക് സ്പോർട്സ് ക്ലബ്ബുകളാണ് തൃണമൂൽ കോൺഗ്രസ് കൊണ്ടുവന്നത്. ആ സ്പോർട്സ് ക്ലബ്ബുകളിലൂടെയാണ് ഒരു ഗുണ്ടാ സംഘത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴും പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ഈ ക്രിമിനൽ സംഘവും ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ വയലൻസും ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നു. അപ്പോൾ ഒരു അധികാരം നഷ്ടപ്പെട്ടാൽ പ്രതികാരം എന്നതുകൂടിയാണ്. ഒരു സർക്കാരിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നതോടുകൂടി അധികാരത്തിലേറുന്ന സർക്കാർ മറ്റവർക്ക് നേരെ കടുത്ത പ്രതികാര നടപടികൾ അങ്ങ് ആരംഭിക്കുകയാണ്. ഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പ്രതികാര നടപടികളിലേക്ക് പോകുന്നു. അത് പാർട്ടി ഓഫീസ്, ഇപ്പോൾ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ ഇത്രയധികം പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കുക എന്നൊക്കെയുള്ള ഒരു പരിപാടി? അത് ഏത് കാലത്ത്
ഒരു കാലത്തും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ തൃണമൂൽ വരുമ്പോഴത്തേക്ക് CPM ഓഫീസുകളെല്ലാം അങ്ങ് പിടിച്ചെടുക്കുകയാണ്, ഇല്ലാത്തത് കത്തിച്ച് കളയുകയാണ്, നേതാക്കന്മാരെ തല്ലിക്കൊല്ലുകയാണ്. അതായത് ഇപ്പോഴത്തെ പോലെയല്ല. ആ തൃണമൂലിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ അന്ന് ഇതിനേക്കാളേറെ ആളുകൾ കൊല്ലപ്പെട്ടു, CPIM പ്രവർത്തകർ കൊല്ലപ്പെട്ടു, രൂക്ഷമായ ആക്രമണം ഉണ്ടായി. അത് എല്ലാ ഭാഗത്തു നിന്നും ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അതുവരെ സർക്കാർ ഉണ്ടായിരുന്ന CPIM അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ അതിൽ നക്സലൈറ്റുകളുണ്ട്. ആ ടീമിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്. ഇതെല്ലാം ചേരുന്ന ഒരു സംവിധാനമാണ് ആ ഘട്ടത്തിൽ ആക്രമണം നടത്തിയത്. അതുകൊണ്ടാണ് വലിയ പരിക്ക് CPIM അവിടെ ഏറ്റത്.